നമുക്ക് ധാബ സ്റ്റൈലിൽ തന്നെ ഒരു ആലു പൊറോട്ട റെസിപ്പി കണ്ടാലോ? അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടും. നമുക്ക് കറിയൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് 2 ലെയറായിട്ട് തന്നെ അതിൽ പൊട്ടറ്റോ ഒക്കെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഉണ്ടാക്കിയതിന് കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പൊട്ടറ്റോയും വേണം. ഞാനൊരു 5 പൊട്ടറ്റോ എടുത്തു, ചെറുതും വലുതൊക്കെയാണ്. എന്നിട്ട് കുക്കറിലിട്ട് 2 അടി അടിച്ചിട്ട് 2 വിസിലിൽ വേവിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞു. പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് ചെറിയ ഇതാക്കി തുടച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മാവ് ഉണ്ടാക്കുന്ന സമയത്തും ചപ്പാത്തി മാവ് ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ നല്ലോണം അത്യാവശ്യം വെള്ളം വേണം അതിന് കേട്ടോ. അപ്പോൾ പരത്താൻ ഞാൻ പറഞ്ഞില്ലേ, ഇടയിൽ കുറച്ച് ഞങ്ങൾക്ക് കാണിച്ചിട്ടായത്. അപ്പം പരത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മളനുസരിച്ച് പൊടി എടുത്തിട്ടിടണം പരത്താണ്. അപ്പോൾ എന്താണെങ്കിലും ഈ പൊട്ടറ്റോ നമ്മൾ എടുത്തതിൽ നമ്മൾ കുറച്ച് സവാള കുഞ്ഞായി അരിഞ്ഞിട്ടു, പിന്നെ മല്ലിയില ഇട്ടു, പച്ചമുളക് ഇട്ടു, പിന്നെ നമ്മുടെ ഉപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ മസാല വേണം. മസാലയ്ക്ക് നമ്മൾ ഒരു വേറെ കുറേ മസാലയൊന്നും ഇടുന്നില്ല. നമ്മൾ മെയിനായിട്ടിടുന്ന മഞ്ഞൾപ്പൊടി ഇടും, പിന്നെ ഗരം മസാല കേട്ടോ. ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ ഇട്ടു. അതിൽ ഗരം മസാലയ്ക്ക് പകരം വേണമെങ്കിൽ ചാട്ട് മസാലയും ഉപയോഗിക്കാം. എന്നിട്ട് നമ്മളിതിനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് എല്ലാ മസാലയ്ക്ക് എല്ലായിടത്തും ആവുന്ന രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കുഴച്ചിങ്ങനെ വെക്കുക കേട്ടോ. ഇനി നമുക്ക് പിന്നെ ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കുറച്ചെടുക്കണം, എന്നാലാണ് നമുക്ക് ആ ഒരു ആലു പൊറോട്ട സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ, നമുക്ക് പരത്താനും എളുപ്പം. പക്ഷേ ഇപ്പോൾ ഇത് കണ്ടോ, ഇനീഷ്യലി ഞാൻ ഇത് ഫസ്റ്റ് നമ്മൾ പരത്തുന്ന സമയത്ത് തന്നെ കുറച്ച് പൊടി ഇടണം, അല്ലെങ്കിൽ നമുക്ക് ഇതിലിപ്പോൾ ഇട്ടപ്പോൾ തന്നെ നമുക്ക് അടിയിൽ ഞാൻ ഇട്ടില്ല. അപ്പോൾ കണ്ടോ, അത് എടുക്കാൻ ഇച്ചിരി പ്രയാസം കണ്ടപ്പോൾ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ആദ്യമേ കുറച്ചൊന്ന് പൊടി ഇട്ടിട്ട് വേണം നമ്മൾ ആദ്യത്തെ ചെറിയൊരു റൗണ്ട് ആക്കിയിട്ട് അതിലേക്ക് വേണം നമ്മൾ മസാല ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ തൽക്കാലം ഞാനതങ്ങ് എടുത്തിട്ട് എന്ത് ചെയ്തു, കൈ കൊണ്ട് അങ്ങനെ ചെറിയൊന്ന് പരത്തിയെടുത്തു. കാരണം എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്ക് കണ്ടോ ഇങ്ങനെ എടുത്തു. ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതില്ലേ പൊട്ടറ്റോ മസാല, അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് അതിനെ അടച്ചിട്ട് പിന്നെ അതിന് നമ്മളൊരു ഉരുളയാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ആദ്യമേ ഒന്ന് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ആദ്യമേ കുറച്ച് പൊടി എടുത്തിട്ട് തന്നെ വേണം അത് പരത്തിയെടുക്കാൻ. കാരണം ഇതിൽ വെള്ളം ഉള്ളത് കൊണ്ട്. പിന്നെയാണെങ്കിലും വെള്ളം ഉള്ളതുകൊണ്ട് കുറച്ച് പൊടിയാക്കിയിട്ട് തന്നെ പരത്തുന്നതായിരിക്കും നല്ലത്. ഇതിപ്പം ഞാൻ കുഴച്ച മാവിൽ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നമില്ല, സുഖമായിട്ട് പരത്തിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അപ്പം ഈ പൊറോട്ട എന്താ ചെയ്യാം, സോഫ്റ്റ് ആവില്ല, കുറച്ച് കട്ടിയുള്ള ടൈപ്പായിരിക്കും. ഇത് നല്ല സോഫ്റ്റായിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിൽ നമുക്ക് കിട്ടും, ഒരു അടിപൊളി സാധനം കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിതിനെ ചുട്ടെടുക്കുക. ഇത് ഞാൻ പറഞ്ഞില്ലേ, പൊട്ടറ്റോയിൽ ചെറിയ കഷ്ണമൊക്കെ ഇത്തിരി ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഒരു വലിയ പൊട്ടറ്റോ കുറച്ച് വേവ് കുറവുണ്ടായിരുന്നു, ആ പീസാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാണ്ട് ഫുള്ളൊന്ന് നല്ലോണം എല്ലാം ഒരേപോലെ വേവിച്ചെടുക്കാൻ നോക്കണം. നമ്മളിതിനെ ചുട്ടെടുത്തു. വെന്തിട്ടില്ല എന്നല്ല, ചെറിയതായിട്ട് നിൽക്കും പൊട്ടറ്റോ ഒക്കെ. എന്താണെങ്കിലും ഇതിനെ നമ്മൾ ചുട്ടെടുത്തു. പിന്നെ ഇതേപോലെ നമുക്ക് ബാക്കി ഉള്ളതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നത് നെയ്യാണ്. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇത് രണ്ടാമത് ഞാൻ ഉണ്ടാക്കുന്ന പൊറോട്ടയാണ്. അത് ഞാൻ ഇതുപോലെ എന്താ പറയുക, ആദ്യമേ പൊടിയൊക്കെ എടുത്തിട്ട് പിന്നെ അതിന് മസാലയൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ തന്നെ പരത്തിയെടുത്തു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ ഉണ്ട്, കാണുന്നില്ലേ, എല്ലാ മസാലയൊക്കെ ഉണ്ട് നല്ലോണം. കാരണം ഇത് നല്ല ഹെവിയാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് 2 എണ്ണമൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനെ വയറ് ഫില്ലാവും. കാരണം നല്ലോണം മസാല ഇല്ലേ, ഏകദേശം ഒരു ഗോതമ്പ് ഉരുളേൻ്റെ അത്രയും മസാല തന്നെ നമ്മൾ വെക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ കറിയൊന്നും വേണ്ട കേട്ടോ. അതിൽ നെയ്യാണ് ഇട്ടത്. വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും നെയ്യ് തന്നെ ഇടണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ആ നെയ്യെന്ന് വെച്ചാൽ നെയ്യിൻ്റെ കളറ് ബ്രൗൺ ആവാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാവുകൊണ്ട് നല്ലോണം മൂപ്പിക്കും. ഈ നെയ്യ് നല്ലോണം മൂപ്പിക്കുന്ന സമയത്ത് നല്ലൊരു മണം വരികയാണ്, നല്ല ടേസ്റ്റാണ്. സാധാരണ മഞ്ഞ നെയ്യിനേക്കാളും ഒരു മണം നല്ല രസമുള്ളൊരിതുണ്ടാവും കുറച്ചും കൂടി അധികം മൂക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അധികം മൂപ്പിച്ചെടുക്കുന്നത് നെയ്യ് കേട്ടോ. അപ്പം ഇതിങ്ങനെ നമ്മൾ ചുട്ടെടുത്തു. ഇതന്നെ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിതിന് കറിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ചമ്മന്തി സോസ് പോലുള്ള ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിക്കാം. പിന്നെ കേട്, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ മെയിനായിട്ട് കേടാക്കിയാണ് യൂസ് ചെയ്യുന്നത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇതിലൊന്നും ഇല്ലാണ്ട് ഇത് പച്ചയ്ക്ക് തിന്നുന്നതാണ് ഏറ്റവും ടേസ്റ്റായി തോന്നുന്നത് കേട്ടോ. നല്ല രസമുണ്ടത് ഉണ്ടോ. ഇത് നമുക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാം, 2 ലെയറായിട്ട് തന്നെ വരും. ഇത് ഞാൻ ആദ്യത്തെ പൊട്ടറ്റോൻ്റെ കഷ്ണം പോയത് ഉണ്ട്. നമുക്ക് 2 ലെയറായിട്ട് തന്നെ കിട്ടും. നല്ല ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.